നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവതിയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പന്റെ അലങ്കാരം വന്നിട്ടില്ല, അതിനു മുമ്പാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് സത്സംഗ കൃഷ്ണനായിട്ട് ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനെ കൊണ്ടുവരാം അല്ലെ. ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. അപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഞാൻ പല്ലിന് ക്ലിപ്പിട്ട കാരണം എൻ്റെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറിപ്പോകുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറയുന്ന രീതിയിലൊക്കെ ഗോഷ്ടിയായി പോകുന്നുണ്ടോന്നൊന്നും അറിയണില്ല. എന്തായാലും അത് യൂസ്ഡ് ആയിട്ട് വരണ വരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ബുദ്ധിമുട്ട് പല്ല് പൊന്തിയതായിട്ട് തോന്നണില്ലല്ലോ എന്ന്. അത് ചില ക്ലോസ് വാഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും പല്ല് പൊന്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ പല്ലിന് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൊന്തുന്നതിനനുസരിച്ച്. അപ്പൊ അത് ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ഇനിയും ഒരുപാട് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ വേഗം അങ്ങനെ ചെയ്തത്. വേഗം അല്ല, ഇപ്പൊ തന്നെ നല്ലോണം നേരം വൈകിയില്ലേ. അപ്പൊ ഇത് ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലെ. ശ്രീരേഖ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത നമസ്തേ, ഞാൻ രേഖയാണ്. എൻ്റെ സംശയത്തിന് മറുപടി തരണേ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ദിവസവും രാവിലെ വിളക്ക് വെച്ച് നാരായണീയം 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ വായിക്കാറുണ്ട്. തുടർന്ന് നിത്യവും ഭഗവാന്റെ കേശാദിപാദ വർണ്ണന ചൊല്ലാറുണ്ട്. അതെപ്പോഴും ചൊല്ലും, ഹൃദയസ്ഥമാണ്. ശേഷം വിഷ്ണു സഹസ്രനാമവും ചൊല്ലും. പിന്നീട് 12 നമസ്കാരവും ചെയ്യും. വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമവും ചൊല്ലാറുണ്ട്. ഇപ്പോൾ നാരായണീയവും പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സംശയം, ശുദ്ധം നോക്കണമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും മകളുമാണ് ഞങ്ങളുടെ ഫാമിലി. ഹസ്ബൻഡ് ദുബായിലാണ്. ശുദ്ധം നോക്കുന്നത് എങ്ങനെയാണ്? മോൾ അശുദ്ധിയാകുന്ന സമയത്ത് എനിക്ക് വിളക്ക് വെക്കാമോ അതോ പാടില്ലയോ? എനിക്കോ മോൾക്കോ പീരീഡ്സ് ആയാൽ വിളക്ക് വെക്കാറില്ല. ശുദ്ധം എന്ന് പറയണതേ പണ്ട് കാലത്ത് അങ്ങനെ എല്ലാ ആൾക്കാരും ആചരിച്ചിരുന്ന ഒരു കാര്യമാട്ടോ. പിന്നെ കുറച്ച് മോഡേൺ ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗൃഹങ്ങളിൽ നിന്ന് അതൊക്കെ എടുത്തു മാറ്റാൻ തുടങ്ങി. ഈ ശുദ്ധം നോക്കുന്നത് കൊണ്ട് പണ്ട് കാലത്തെ ആൾക്കാർ നല്ലത് മാത്രമാണ് വിചാരിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പീരീഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ. എപ്പോഴും അവർക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. പീരീഡ്സ് ടൈമിൽ അവരൊന്ന് കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള നല്ല ഉദ്ദേശം വെച്ചിട്ടും ആയിരിക്കാം ഒന്ന് മാറിയിരിക്കണം എന്ന് പറയാറുള്ളത്. അതൊരു നല്ല ആചാരമായിട്ടാണ് ഇന്നും ഞാൻ കണക്കാക്കുന്നത്. പല ആൾക്കാരും വളരെ മോശം കാര്യമാണ് പീരീഡ്സ് ആയിട്ടുള്ള വ്യക്തികളെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. മാറ്റി നിർത്തുന്നതൊന്നും അല്ല. അവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കാൻ ആ സമയത്ത് അവരൊന്നും ചെയ്യണ്ട. വെറുതെ അവർക്കായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു മുറിയിൽ വെറുതെ ഇരുന്നാൽ മതിയെന്ന്. എനിക്കൊക്കെ പീരീഡ്സ് ആവുമ്പോൾ ഇപ്പോഴും കഴിച്ചു കൂട്ടാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഒരു ഭാഗത്ത് വെറുതെ ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അത് നല്ല കാര്യമല്ലേ. അപ്പോൾ ഇവിടെ ആചരിച്ചു വരുന്ന കാര്യം എങ്ങനെയാണെങ്കിൽ, ഒരാൾ പീരീഡ്സ് ആയാൽ അയാളെ വേറെ ആരും തൊടാതിരുന്നാൽ ബാക്കിയുള്ളവർക്ക് ആ അശുദ്ധി ഒന്നും ബാധിക്കില്ല. അപ്പോൾ ഒരു ഗൃഹത്തിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് വിളക്ക് വെക്കുക എന്നുള്ളത് അല്ലെ. വിളക്ക് വെക്കും, നാമം ചൊല്ലുമൊക്കെ നമ്മൾ എല്ലാ ദിവസവും പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പൊ എങ്ങനെയാ ഈ പീരീഡ്സ് സമയത്ത് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ, ആ ഒരു വ്യക്തി മാത്രം മാറിയിരുന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ മാറിയിരിക്കൽ എന്തോ മാറ്റി നിർത്തപ്പെടലാണ് എന്ന ചിന്താഗതിയൊക്കെ പുതിയ തലമുറയിൽ വന്നതാണ്. അത് മാറ്റി നിർത്തപ്പെടലൊന്നുമല്ല, അവർക്കൊരു റെസ്റ്റ് കൊടുക്കലാണ്. അവരെല്ലാത്തിൽ നിന്നും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. മാസത്തിലൊരു 2-3 ദിവസം. എപ്പോഴും പറയുന്നത് കേൾക്കാറില്ലേ, ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരൊരു വീട്ടമ്മയായി കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, ശമ്പളം കൊടുക്കാത്ത ഒരു ജോലിക്കാരിയാണ്. വീട്ടിലെ 24 മണിക്കൂറും അവർക്ക് ജോലിയാണ്. അവർ ഡോക്ടറാണ്, അവര് തൂപ്പുകാരിയാണ്, അവരെല്ലാം ടീച്ചറാണ്. അങ്ങനെ എല്ലാ മേഖലയും അവര് കടന്നു പോകുന്നവരാണ് എന്നൊക്കെ പറയാറില്ലേ. ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഈ ജീവിതത്തിൽ നിന്ന് കുറച്ച് ദിവസം മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാവുമ്പോൾ എന്താ വെച്ചാൽ, പീരീഡ്സ് ടൈമിൽ ആ വ്യക്തി ഒന്ന് മാറിയിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അവരെ ടച്ച് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരു അശുദ്ധി ഇല്ല കേട്ടോ. അശുദ്ധി ഇല്ലാത്തവർക്ക് വിളക്ക് വെക്കാം. വീട്ടിലിപ്പോൾ അമ്മയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ചോദ്യകർത്താവിൻ്റെ അമ്മയും മകളും ഉണ്ട്. അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടാവില്ലല്ലോ, അമ്മ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തിക്കോട്ടെ. ഇനി അമ്മയ്ക്ക് ഇത്ര വയ്യാത്ത ഇതാണെങ്കിൽ, മകള് പീരീഡ്സ് ആണെങ്കിൽ അമ്മയ്ക്ക് വിളക്ക് കൊളുത്താം, അമ്മയ്ക്ക് നാമം ജപിക്കാം.
വിളക്ക് കൊളുത്താം, കുട്ടിക്കും നാരായണനാമം ജപിക്കാം, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആചരിച്ചു വരുന്നത്. ഞാൻ ആചരിച്ചു വരുന്ന കാര്യങ്ങളെ എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ. ശുദ്ധം നോക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമാണ്. ഒരു വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിക്ക് വിളക്ക് കൊളുത്താം, നാമം ജപിക്കാം, നാരായണീയം വായിക്കാം, നാരായണീയം എഴുതാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അടുത്ത് നിൽക്കുന്ന വ്യക്തി അശുദ്ധിയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ തൊട്ടുകൊണ്ട് നമ്മൾ പൂജാമുറിയിലേക്ക് കയറുക അങ്ങനെ പതിവില്ല കേട്ടോ. അപ്പോൾ എന്ത് വേണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കൂ. അടുത്തതായിട്ട് പ്രസന്ന രാജൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത ആറാട്ടുപുഴ പൂരമാണ് 30-ാം തീയതി. ഇന്ന് കൊടിയേറ്റമാണ്, അതായത് ഇന്നലെ. ഇന്ന് തൃപ്രയാർ മകീരം പുറപ്പാടാണ്. സവിത പൂരത്തിന് വരുമ്പോൾ വരാൻ കഴിയട്ടെ. ആറാട്ടുപുഴ പൂരത്തിന് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ വന്നിട്ടുണ്ട്. ആ ഒരിക്കൽ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ. പായൊക്കെ വാങ്ങി വീശറിയൊക്കെ കൊണ്ട് വീശിയിരുന്ന് ആ പൂരം കാണുന്നതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. ഞാൻ പണ്ട് താമസിച്ചിരുന്നത് ചേർപ്പ് ഭഗവതിയുടെ തൊട്ടടുത്താണ്. ചേർപ്പ് ഭഗവതി അമ്പലത്തിലെ മേൽശാന്തിയായിരുന്നു എൻ്റെ അച്ഛൻ 10 വർഷക്കാലം. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ച ഏതാണ്ട് 1-2 വർഷത്തിനുള്ളിൽ ഗുരുവായൂരിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു 10 വർഷക്കാലത്തേക്ക്. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ 6-ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അവിടെയാണ്. അപ്പോൾ ചേർപ്പ് ഭഗവതി ഈ ആറാട്ടുപുഴ പൂരത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ അമ്മയുടെ ആ പൂരത്തിൻ്റെ കൂടെ ഞാനും ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. പങ്കെടുത്തൊരു ഓർമ്മ എനിക്കുണ്ട്. അത് എത്ര വയസ്സിലാണെന്നൊന്നും അറിയില്ല, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ്. ഇപ്പം നമ്മുടെ മിത്രവിന്ദയുടെ പിറന്നാൾ ആറാട്ടുപുഴ പൂരത്തിൻ്റെ അന്നാണ്. പൂരം നാളാണ്. ആറാട്ടുപുഴ പൂരത്തിനാണ് ഞാൻ മിത്രവിന്ദയെ പ്രസവിച്ചത്. അപ്പോൾ ആറാട്ടുപുഴ പൂരം എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ധർമ്മശാസ്താവിൻ്റെ പൂരം, എന്താ പറയുക, എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുള്ള പൂരം എന്ന് പറയുന്നത്. ഇത്രയും വിപുലമായ പൂരം വേറെ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരിക്കൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ കണ്ടതിൻ്റെ ചെറിയ ചെറിയ ഓർമ്മകൾ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നുണ്ട്, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ്. ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് പൂരത്തിനൊക്കെ പങ്കെടുക്കാൻ സാധിക്കട്ടെ, ചേർപ്പ് ഭഗവതി അമ്മ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചോദ്യം പറയാം കേട്ടോ. അതുൽപിനാഥ് എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്, ഹരേ കൃഷ്ണ ചേച്ചി, മനസ്സിൽ നാമം ജപിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ജോലി ചെയ്യുമ്പോൾ, എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. മനസ്സിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് നാമം ചൊല്ലുക. നമ്മൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കേ ചെയ്യരുത്. മനസ്സിനെ ഫ്രീ ആക്കി വിട്ടുകൊണ്ട് നാമം ജപിക്കുക. അങ്ങനെ ജപിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അങ്ങനെ ജപിച്ചാലും മതി എന്ന് സവിത പറഞ്ഞതൊന്നും അല്ല കേട്ടോ. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എടുത്തു നോക്കൂ. മറ്റൊരാളെ കളിയാക്കിയിട്ട് പറഞ്ഞാലും മതി, അറിയാതെ നാമം നാവിൽ നിന്ന് വന്നാലും മതി, ഭഗവാൻ അവിടെ അനുഗ്രഹിക്കുന്നതാണ്. അത്രയും അനുഗ്രഹദായകനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അങ്ങനെയുള്ളപ്പോൾ നമ്മളിങ്ങനെ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളൊരു 100 നാമം ഇല്ല, വേണ്ട 1000 നാമം ജപിക്കുമ്പോൾ അതിൽ ഒരു നാമം ഭഗവാനെ ആലോചിച്ചുകൊണ്ട് ജപിക്കും. ആ ഒരു നാമം മതിയായിരിക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നാമം ജപം മുടക്കരുത്. ജപിച്ചുകൊണ്ടേ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അടുത്തതായിട്ട് മൈഥിലി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, നമസ്കാരം സവിത, ലൈവ് ഉണ്ടെന്ന് പറയും, പക്ഷെ ലിങ്ക് നോക്കും കാണാറില്ല. പക്ഷെ യൂട്യൂബിൽ കാണാൻ പറ്റും. ലിങ്ക് എല്ലാ ഗ്രൂപ്പിലും ഇടാറില്ലേ? മറുപടി തരണേ. ഒറ്റ തവണ മാത്രം നമ്മൾ ലിങ്ക് ഇടാൻ മറന്നു പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് ടൈം അല്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ ലൈവിൻ്റെ ലിങ്കാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് മറന്നുപോയത്. അത് എല്ലാ ഗ്രൂപ്പിലും മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ലൈവിൽ വരാറുള്ള സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ലൈവിൻ്റെ ആൾക്കാരെ ഒന്നും വന്ന് കണ്ടിട്ടില്ല. അത് ആ ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് ഒറ്റ തവണയും മറന്നിട്ടുള്ളൂ. എല്ലാ ഇതിലും ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇനി ലൈവ് വരുമ്പോൾ എല്ലാത്തിലും ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഞാൻ മുൻകൂട്ടി പറയുന്ന ദിവസങ്ങളിൽ ആ സമയം നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറി നോക്കൂ, എന്തായാലും ഉണ്ടാവും. പോസ്റ്റ് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ മറന്നുപോയാലോ. അടുത്തതായിട്ട് ഹരീഷ് എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ 4 വയസ്സുള്ള മോൾക്ക് വേണ്ടി തുലാഭാരം വഴിപാട് നേർന്നിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടുള്ള തുലാഭാരം നടത്തുന്നതാണ് നല്ലത്? പ്ലീസ് റിപ്ലൈ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തുലാഭാരം എന്നുള്ളത് പാരൻസ് നേർന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് അല്ലേ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നേരാം, അങ്ങനെ ഇന്നത് കൊണ്ട് എന്നെ വേണം അങ്ങനൊന്നുമില്ല. ഇനി മഞ്ചാടി കൊണ്ട് അല്ലെങ്കിൽ കുന്നിക്കുരു കൊണ്ട്, രണ്ടും ഒന്നാണ് കേട്ടോ. പല ആൾക്കാരും ചോദിച്ചു മഞ്ചാടി കൊണ്ട് ഇല്ലേ, കുന്നിക്കുരു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുന്നിക്കുരു എന്ന് ഇല്ലേ, മഞ്ചാടി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. രണ്ടും ഒന്നാണ് കേട്ടോ. മഞ്ചാടിയും കുന്നിക്കുരു ഒന്നിച്ച് ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കാറ്.
അപ്പോൾ മഞ്ചാടി കൊണ്ട് കുട്ടികളെ തുലാഭാരം തൂക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വികൃതി ഉണ്ടെങ്കിൽ മാറാൻ, ദുസ്വഭാവങ്ങൾ മാറാൻ, നല്ല കുട്ടിയാവാൻ, സദ്ബുദ്ധി ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല പ്രസരിപ്പ് ഉണ്ടാവാൻ, നല്ല എന്താ പറയുക, സ്മാർട്ട് ആവാൻ എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ആവാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം 4 വയസ്സ് ഉള്ള കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, മിടുക്കി ആവാനായിട്ട് മഞ്ചാടി കൊണ്ട് തുലാഭാരം നേർന്നോളൂ, അത് ചെയ്തോളൂ. അത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ആര്യയുടെ മഞ്ചാടി എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, മഞ്ചാടി അല്ലെങ്കിൽ കുന്നിക്കുരു ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കളിക്കുക മാത്രമല്ല, പല 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 മാജിക്കും ഈ മഞ്ചാടി കൊണ്ട് ഭഗവാൻ ചെയ്യാറുണ്ട്. നമ്മൾക്ക് നന്ദനം സിനിമയിൽ ഇങ്ങനെ ബാലാമണിക്ക് എറിഞ്ഞു കൊടുക്കുന്ന മഞ്ചാടിയെ കണ്ടിട്ടില്ലേ? ഇത് വെറുതെ ഒന്നും ആവില്ല കേട്ടോ. ഇവർക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവും. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ വ്യക്തിക്കും അത് കഥയായും. ഇതൊക്കെ നോക്കൂ, ഇതെല്ലാം ഗുരുവായൂരപ്പനോടുള്ള ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ കഴിയുക. ചില ആളുകൾക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ ഭഗവാന്റെ നല്ല പാട്ടുകൾ അവർ പാടിക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ അവർ സ്തുതിക്കുക. ചില ആളുകൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുണ്ടാവും. അപ്പം നല്ല മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലെ ഉണ്ണികൃഷ്ണന്റെ, നമ്മുടെ ലഡു ഗോപാലിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാവും ചില ആളുകൾ പ്രാർത്ഥിക്കുക. ചില ആളുകൾക്ക് നൃത്തം ചെയ്യാനാവും കഴിവ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പലതും ചെയ്ത് കണ്ടിട്ടില്ലേ? ഇപ്പോൾ പ്രശസ്ത സിനിമാ താരം നവ്യ നായർ എത്ര ഭംഗിയായിട്ട് അവർ നൃത്തം ചെയ്യാറുള്ളത് അല്ലേ? അവരുടെ നൃത്തശില്പങ്ങൾ ഓരോന്നും കാണുമ്പോൾ അവർ പുതിയ പുതിയ കഥകൾ, ഭഗവാന്റെ കഥകൾ അവർ എന്താ പറയുക, എന്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കണേ. അത് അവരുടെ ഒരു ഉപാസനയാണ്, ഗുരുവായൂരപ്പനോടുള്ള ഒരു ഉപാസനയാണ് അവരുടെ. ഇതേമാതിരിയാണ് എന്താ പറയുക, നമുക്ക് മഞ്ചാടി എന്നുള്ള ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്നേ വിട്ടുപോയി ഞാൻ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോടായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പം ഈ നന്ദനം സിനിമയിൽ അത് കാണിച്ചിട്ടുള്ളത് ഈ മഞ്ചാടി ഭഗവാൻ ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുന്നതായിട്ടാണല്ലോ. അപ്പം ഇത് ചിലപ്പോൾ ആ ഒരു അത് ആരുടെ തലയിലാണോ ഉദിച്ച് ആ ഐഡിയ, അവർക്ക് അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതായിരിക്കാം അവരത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഉപാസനയാണ്. അതേപോലെ ഒരു ഉപാസനയുടെ ചോദ്യമാണ് അടുത്തത് വരുന്നത് കേട്ടോ. സദാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എനിക്ക് മുമ്പൊക്കെ ഒരുവിധം നന്നായി പാട്ട് പാടാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ നാളായി അത് പറ്റുന്നില്ല. ഭഗവാന്റെ ഉറക്കുപാട്ട് പാടി ഉറക്കണം കണ്ണനെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഭഗവാനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊന്ന് പാട്ട് പാടി ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ള ഭാഗ്യം തരണേന്ന്. അടുത്ത ദിവസം ഭഗവാനെ കാണാൻ വരണം എന്നുണ്ട്. അന്ന് എന്താണ് ഭഗവാന് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞൊരു. ഇതൊരു വല്ലാത്ത ആഗ്രഹമാണ് സവിത. നേരത്തെ പറഞ്ഞ പോലെ ഈ അമ്മയുടെ ഷൈനി മോഹൻലാൽ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഷൈനി ചേച്ചിയുടെ ഒരു ഉപാസനയാണ് ഭഗവാന് പാട്ട് പാടി കൊടുക്കുക എന്നുള്ളത്. ആ ഒരു ഉപാസന മുടങ്ങിപ്പോകുമ്പോൾ ആ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാവില്ലേ? കേളിക്കൈ ഒരുപാട് ഷീട്ടാക്കിക്കോളൂ. ശബ്ദ സംബന്ധമായ, കേൾവി സംബന്ധമായ, ആഘോഷ സംബന്ധമായ, വാദ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ കേളിക്കൈയാണ് ഞാൻ പറയാറുള്ളത്. 10 രൂപ ഷീട്ടാക്കാൻ വേണ്ടു. കേളിക്കൈ ഷീട്ടാക്കിയിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിട്ട് പറഞ്ഞോളൂ, ഒരു പാട്ട് പാടാൻ അനുഗ്രഹിക്കണേന്ന്. ഒപ്പം ഒരു ഓടക്കുഴൽ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ. ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലേ ഓടക്കുഴൽ. അപ്പോൾ ഓടക്കുഴൽ കൊടുത്തിട്ട് ഉണ്ണികൃഷ്ണനോട് പ്രാർത്ഥിച്ചോളൂ, ഉണ്ണികൃഷ്ണ എനിക്ക് ഈ അമ്മയ്ക്ക് ഇതുപോലൊരു പാട്ട് പാടാനുള്ള അവസരം അങ്ങ് തരില്ലേ എന്ന് ചോദിച്ചോളൂ കേട്ടോ. ഈ എന്താ പറയാ, ഈ ഓടക്കുഴലിന്റെ മ്യൂസിക്കിനനുസരിച്ച് താളത്തിൽ അമ്മയ്ക്കും പാട്ട് പാടാൻ സാധിച്ചാൽ നന്നായില്ലേ എന്നൊക്കെ ചോദിച്ചു നോക്കൂ. ഉണ്ണികൃഷ്ണൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഒരു പാട്ടിൽ പറയണ പോലെ, യശോദമ്മ ഭക്ഷണം കഴിപ്പിക്കുന്ന പോലെ, കുളിപ്പിക്കുന്ന പോലെ, ഉറക്കുന്ന പോലെ ഒക്കെ ഉറക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഉണ്ണികൃഷ്ണനെ. അങ്ങ് ഉറങ്ങില്ലേ, നിന്റെ പാട്ട് കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആർക്കാ കേൾക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ? ഉണ്ണികൃഷ്ണൻ ഉടനെ പറയും എന്തായാലും കേൾക്കും എന്നുള്ളത്. അപ്പൊ കേളിക്കൈ വഴിപാട് ഷീട്ടാക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് പ്രീത അജയൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ഗർഭിണികൾ 7 മാസം തുടങ്ങിയാൽ വീട്ടിൽ വിളക്ക് കത്തിക്കാമോ ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ്. 8 മാസം തുടങ്ങിയാലാണ് വിളക്ക് കത്തിക്കാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിരിക്കണം കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തേക്ക് 8 മാസത്തിന് ശേഷം പ്രവേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. 8 മാസത്തിന് ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ 8 എന്ന് ഞാൻ കേട്ടിരിക്കണേ കേട്ടോ, 7 എന്ന് ഞാൻ കേട്ടിട്ടില്ല. 3, 5, 7 മാസങ്ങളിലൊക്കെ നെയ് സേവിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ 7 എന്ന് കേട്ടിട്ടില്ല, 8 എന്നാട്ടോ കേട്ടിരിക്കണേ. പക്ഷെ 10 മാസം വരെയും നാമം ചൊല്ലാട്ടോ.
പ്രസവിക്കുന്ന ആ നിമിഷം വരെ നമ്മളൊരു ഞാൻ ഈ വീഡിയോ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരമ്മ പ്രസവത്തിന് കയറി സി സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാനെ വിളിച്ച് പാട്ട് പാടിക്കൊണ്ടാണ് കിടക്കുന്നത്. അതായത് സി സെക്ഷൻ ആയ കാരണം തന്നെ അവർക്ക് പെയിൻ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം, അനസ്തേഷ്യ കഴിഞ്ഞാൽ പെയിൻ അറിയില്ലല്ലോ. അപ്പോൾ പെയിൻ അറിയാത്തതുകൊണ്ടായിരിക്കാം അവർ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടുപാടി ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ഏത് നിമിഷവും നാമം ചൊല്ലാം, അതിൽ ഒരു മുടക്കവും വരുത്തരുത്. ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞുണ്ടാവാൻ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരുന്നോളൂ. പക്ഷെ 8 മാസം കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകലും പൂജാമുറിയിലേക്ക് കയറലൊക്കെ മാറ്റി നിർത്താം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.